നമസ്കാരം. 2026 അസംബ്ലി തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ഭരണം പിടിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി എല്ലാ മുന്നണികളും പാർട്ടികളും ഇപ്പോൾ അവരുടേതായിട്ടുള്ള രാഷ്ട്രീയ തന്ത്രങ്ങൾ, ഇലക്ഷൻ സ്ട്രാറ്റജികളൊക്കെ തന്നെ ഇപ്പോൾ മെനയുമ്പോൾ 2026 സംസ്ഥാനം ആര് നയിക്കും, ആര് ഭരിക്കും എന്നതിൽ ചില സൂചനകൾ നൽകിയിരിക്കുകയാണ് ഇപ്പോൾ സി വോട്ടർ സർവേ. തെരഞ്ഞെടുപ്പിന് ഇനി ഏതാണ്ട് ഒരു വർഷം മാത്രം ബാക്കി നിൽക്കുമ്പോഴാണ് ഇത്തരത്തിലൊരു സർവേ ഫലം ഇപ്പോൾ പുറത്തു വരുന്നത്. ഒരുപക്ഷെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് പുറത്തേക്ക് വരുന്ന ആധികാരികമായിട്ടുള്ള ആദ്യ സർവേ ഫലവും ഇതുതന്നെയാണ്. 81 സീറ്റുകൾ നേടി LDF വീണ്ടും അധികാരത്തിലെത്തുമെന്നാണ് ഈ സർവേ ഫലം പറയുന്നത്. നിലവിലെ നില മെച്ചപ്പെടുത്തുമെങ്കിലും 56 സീറ്റുകളിലേക്ക് UDF ഒതുങ്ങുമെന്നും സർവേ ഫലം ചൂണ്ടിക്കാട്ടും. നിലവിൽ കേരളത്തിൽ വട്ടപൂജ്യമായ BJPക്ക് 3 സീറ്റുകളെങ്കിലും ലഭിക്കുമെന്നും സർവേ ഫലം വ്യക്തമാക്കുന്നുണ്ട്. ഓരോ ജില്ലകൾ തിരിച്ചുള്ള വിശദമായിട്ടുള്ള സർവേ ഫലമാണ് സി വോട്ടർ ഏജൻസി ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. അതിൽ ആദ്യം നമുക്ക് കാസർഗോഡ് ജില്ല പരിശോധിക്കാം. കാസർഗോഡ് ജില്ലയിൽ ആകെയുള്ള 5 മണ്ഡലങ്ങളിൽ 4 UDFന് വിജയിക്കാൻ കഴിയുമെന്നാണ് സർവേ പറയുന്നത്. ഒരിടത്ത് മാത്രമാണ് LDFന് വിജയസാധ്യത കാണുന്നത്. നിലവിലെ സാഹചര്യത്തിൽ ആകെയുള്ള 5 മണ്ഡലങ്ങളിൽ 3 LDF ആണ് വിജയിച്ചു നിൽക്കുന്നത്. ഇനി കണ്ണൂർ ജില്ലയിലേക്ക് വന്നു കഴിഞ്ഞാൽ ആകെയുള്ള 11 സീറ്റുകളിൽ 5 UDFും 4 LDFും ഒരിടത്ത് BJPയും വിജയിക്കുമെന്നാണ് സർവേ ചൂണ്ടിക്കാട്ടുന്നത്. നിലവിൽ കണ്ണൂർ ജില്ലയിലാകട്ടെ 2 മാത്രമാണ് UDFന് MLAമാരുള്ളത്. ബാക്കി 9 ഇടത് MLAമാരാണുള്ളത്. ഇനി വയനാട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ആകെയുള്ള 3 മണ്ഡലങ്ങളിൽ 2 UDF വിജയിക്കുമെന്നും ഒരിടത്ത് LDF വിജയിക്കുമെന്നും സർവേയിൽ പറയുന്നു. ജില്ലയിലെ നിയമസഭയിലെ അംഗസംഖ്യ സമാനമായിട്ടുള്ള രീതിയിൽ തന്നെയാണ്. ഇനി കൽപ്പറ്റയും സുൽത്താൻ ബത്തേരിയും കഴിഞ്ഞ തവണ UDF വിജയിച്ചു വന്നപ്പോൾ മാനന്തവാടിയിൽ മാത്രമായിരുന്നു LDFന് വിജയിക്കാനായിട്ട് സാധിച്ചത്. ഈ നില തന്നെ തുടരുമെന്നാണ് ഇവരുടെ സർവേയിൽ വ്യക്തമാക്കുന്നത്. ഇനി കോഴിക്കോട് ജില്ലയിലേക്ക് വന്നു കഴിഞ്ഞാൽ ആകെയുള്ള 13 സീറ്റുകളിൽ 5 UDFും 8 LDFും വിജയിക്കുമെന്ന സർവേ പുറത്തുവിടുന്ന കണക്കുകളിൽ സൂചനയുണ്ട്. നിലവിൽ 2 സീറ്റുകളിൽ മാത്രമാണ് UDF വിജയിച്ചു നിൽക്കുന്നത്. ഇതിലൊന്ന് മുസ്ലിം ലീഗിൻ്റെ കൈവശമുള്ള കൊടുവള്ളി സീറ്റും മറ്റൊന്ന് RMP വിജയിച്ച വടകരയുമാണ്. ഇനി മലപ്പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ ആകെയുള്ള 16 സീറ്റുകളിൽ 12 മണ്ഡലങ്ങളിലും UDFന് ഉറച്ച വിജയപ്രതീക്ഷ വയ്ക്കാമെന്നാണ് സർവേ അഭിപ്രായപ്പെടുന്നത്. കേവലം 4 മണ്ഡലങ്ങളിലേക്ക് മാത്രം LDF ഒതുങ്ങുമെന്നും സർവേ പറയുന്നു. നിലവിൽ 4 മണ്ഡലങ്ങൾ മാത്രമാണ് LDFന് കൈവശമുള്ളത്. ഇതിലൊന്നാകട്ടെ നിലമ്പൂർ മണ്ഡലമാണ്. LDFന്റെ കൈവശമുള്ള 4 മണ്ഡലങ്ങളിൽ ഒരിടത്ത് മാത്രമാണ് CPMന്റെ ഭാഗമായിട്ടുള്ള ഒരാൾ മത്സരിച്ചത്. ബാക്കി എല്ലായിടത്തും ഇടത് സ്വതന്ത്രരായിരുന്നു മത്സരിച്ചിരുന്നത്. ഏറെക്കുറെ CPMും മലപ്പുറം ജില്ലയിൽ മറിച്ചൊരു ഫലം പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. ഇനി അടുത്തതാകട്ടെ പാലക്കാടാണ്. പാലക്കാട് ജില്ലയിൽ തീപാർന്ന പോരാട്ടം നടക്കുന്ന പാലക്കാട്. അവിടെ 12 മണ്ഡലങ്ങളിൽ 8 LDF തന്നെ വിജയിക്കുമെന്നും ബാക്കിയുള്ള 4 മാത്രമാകും UDF വിജയിക്കുവാൻ സാധ്യതയെന്നുമാണ് സർവേ പറയുന്നത്. നിലവിലാകെ 2 മണ്ഡലങ്ങളിൽ മാത്രമാണ് UDF വിജയിച്ചു നിൽക്കുന്നത്. ഇതിലൊന്ന് ലീഗിൻ്റെ കൈവശമുള്ള മണ്ണാർക്കാട്, മറ്റൊന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ വിജയിച്ചു നിൽക്കുന്ന പാലക്കാട് മണ്ഡലവുമാണ്. ഈ പാലക്കാട് മണ്ഡലത്തിൽ കോൺഗ്രസിന് തൊട്ടു പിന്നിലുള്ളത് BJPയാണ്. പാലക്കാട് നഗരസഭ ഭരണം കൂടി BJPയുടെ കൈവശമായതുകൊണ്ട് തന്നെ പാലക്കാട്ടെ പോരാട്ടം കോൺഗ്രസിന് നിർണായകമാണ്. ഇനി തൃശ്ശൂർ മണ്ഡലം പരിഗണിക്കുമ്പോൾ ആകെയുള്ള 13 മണ്ഡലങ്ങളിൽ 9 മണ്ഡലങ്ങളിലും LDF തന്നെ വിജയിക്കുമെന്ന് സർവേ ചൂണ്ടിക്കാട്ടുന്നു. UDF കേവലം 3 മണ്ഡലങ്ങളിലേക്ക് ചുരുങ്ങുമ്പോൾ BJPക്ക് ഒരു മണ്ഡലത്തിൽ നേട്ടം കൊയ്യുവാൻ കഴിയുമെന്നും സർവേ പറയുന്നു. ഈ മണ്ഡലം തൃശ്ശൂർ മണ്ഡലമാണെന്നും പറയപ്പെടുന്നുണ്ട്. സുരേഷ് ഗോപി MP ആയി വിജയിച്ചതിന് പിന്നാലെ തൃശ്ശൂരിൽ BJPക്ക് കരുത്ത് വർദ്ധിച്ചിരിക്കുകയാണ്. ഈ ഒരു മുന്നേറ്റം തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്ന് BJP നേതാക്കൾ കരുതുന്നുണ്ട്. ഇനി എറണാകുളം മണ്ഡലത്തിലേക്ക് നോക്കുകയാണെങ്കിൽ ആകെയുള്ള 14 മണ്ഡലങ്ങളിൽ 9 UDF വിജയിക്കുമ്പോൾ 5 LDFും വിജയിക്കുമെന്നാണ് സർവേ ഫലം പറയുന്നത്. നിലവിൽ LDFനും UDFനും ജില്ലയിലുള്ള അതേ അംഗസംഖ്യ തന്നെയാണ് സർവേയും പ്രവചിക്കുന്നത്. എന്നാൽ 2020 പോലെയുള്ളവ ഇവിടെ വിജയിക്കില്ലെന്നും അവരുടെ സാന്നിധ്യം UDFന് തിരിച്ചടിയാകുമെന്നും സർവേ ചൂണ്ടിക്കാട്ടുന്നു. ഇനി ഇടുക്കിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ആകെയുള്ള 5 മണ്ഡലങ്ങളിൽ 4 LDF വിജയിക്കുമെന്ന് സർവേ പ്രവചിക്കുമ്പോൾ ഒരിടത്ത് മാത്രമാണ് UDFന് വിജയപ്രതീക്ഷ പറയുന്നത്. ഇനി അടുത്തത് കോട്ടയം ജില്ലയാണ്. കോട്ടയത്തിലേക്ക് വരുമ്പോഴത്തേക്കും ആകെയുള്ള മണ്ഡലങ്ങളിൽ 5 LDFും 4 UDFും വിജയിക്കുമെന്നാണ് സർവേ ഫലം വ്യക്തമാക്കുന്നത്. ഏറെക്കുറെ നിലവിലെ കണക്കുകളോട് ചേർന്ന് നിൽക്കുന്ന സർവേ ഫലമാണിത്. ഇനി പത്തനംതിട്ടയിലേക്ക് വന്നു കഴിയുമ്പോഴത്തേക്കും പത്തനംതിട്ട ജില്ലയിൽ UDFന് ഒരു പ്രതീക്ഷയും വേണ്ട എന്നാണ് സർവേ പറയുന്നത്. ആകെയുള്ള 5 മണ്ഡലങ്ങളിലും LDF തന്നെ ഇപ്പോഴത്തെ പോലെ തന്നെ വിജയിക്കുമെന്ന് സർവേ പറയുന്നു. ഇനി ആലപ്പുഴയിലേക്ക് വന്നു കഴിഞ്ഞാൽ നിലവിലുള്ള ഒരു സീറ്റ് മാത്രമാണ് UDFന് സർവേ പ്രവചിക്കുന്നത്. പിന്നീടുള്ള 8 മണ്ഡലങ്ങളിലും LDF തന്നെ വിജയം നേടുമെന്നാണ് സർവേ പറയുന്നത്. ഇനി കൊല്ലം ജില്ലയിലേക്ക് വന്നു കഴിഞ്ഞാൽ നിലവിലുള്ളതിന് സമാനമായിട്ടുള്ള സാഹചര്യം തന്നെയാണ് സർവേ പ്രവചിക്കുന്നത്.
ആകെയുള്ള 11 മണ്ഡലങ്ങളിൽ 9 ഇടങ്ങളിൽ LDFും 2 ഇടങ്ങളിൽ UDFും വിജയിക്കുമെന്ന് സർവേ ഏജൻസി പറയുന്നു. ഇനി അതേസമയം തന്നെ എല്ലാവരും ഏറെ ഉറ്റുനോക്കുന്ന മണ്ഡലമാണ് തിരുവനന്തപുരം. തിരുവനന്തപുരത്തേക്ക് വന്നു കഴിയുമ്പോൾ UDFിന് കാര്യങ്ങൾ കുറച്ച് ആശ്വാസകരമാണ്. നിലവിലത്തെ സ്ഥിതിയിൽ ഒരൊറ്റ മണ്ഡലത്തിൽ മാത്രമാണ് UDFിന് സാന്നിധ്യമുള്ളത്. എന്നാൽ വരുന്ന തെരഞ്ഞെടുപ്പിലാകട്ടെ 4 സീറ്റുകൾ വരെ തിരുവനന്തപുരത്ത് വിജയിക്കുവാൻ കഴിയുമെന്ന് സർവേ പറയുന്നു. ഇപ്പോഴും 9 സീറ്റുകളുമായിട്ട് മേധാവിത്വം അവിടെ ഇടതുപക്ഷത്തിന് തന്നെയാണ്. മൊത്തത്തിൽ ഒരിക്കൽ കൂടി പരിശോധിക്കുകയാണെങ്കിൽ ഈ സർവേ പ്രകാരം 81 സീറ്റുകൾ LDFും 56 ഇടങ്ങളിൽ UDFും 3 ഇടത്ത് BJPയും വിജയിക്കുവാനാണ് സാധ്യതയെന്നാണ് സി വോട്ടർ സർവേ പ്രവചിക്കുന്നത്. എല്ലാ ദിവസവും വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക. Please subscribe our channel.